Hi friends, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്ലാനാണ്. നമ്മൾ വീട്ടിലൊക്കെ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഡ്ഡലി പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. നല്ല സിമ്പിൾ റെസിപ്പിയാണ്. അതുപോലെ നമുക്ക് ഓവനോ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. വീഡിയോയിലേക്ക് ഞാൻ കിടക്കുവാണ്. അപ്പോൾ ഞാനിന്ന് ചെയ്യുന്ന ഒരു 5 എഗ്ഗിൻ്റെ ഫ്ലാനാണ് ചെയ്യുന്നത്. നമുക്ക് നാടൻ കോഴിമുട്ടയോ അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കണ കോഴിമുട്ടയോ ഒരു 5 എഗ്ഗ് മതി. അതിൻ്റെ നമ്മൾ ഉണ്ണി മാത്രമാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ വൈറ്റ് ഭാഗം വേർതിരിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഉണ്ണി മാത്രമേ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് വേണ്ട ഒരു 200 ml കണ്ടൻസ്ഡ് മിൽക്കാണ്. ഒരു 200 ml കണ്ടൻസ്ഡ് മിൽക്ക് ആവശ്യമുണ്ട്. പിന്നെ ഒരു 200 ml ഇവാപ്പറേറ്റഡ് മിൽക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇവാപ്പറേറ്റഡ് മിൽക്ക് ഇല്ലെങ്കിൽ നോർമൽ റെഗുലർ മിൽക്ക് ആയാലും മതി. അത് നമുക്ക് തിളപ്പിച്ചാറ്റിയതോ അല്ലെങ്കിൽ പാസ്ചറൈസ്ഡോ ആയ മിൽക്ക് നമുക്ക് ഒരു 200 ml ഉപയോഗിച്ചാൽ മതി. പിന്നെ നമുക്ക് ആവശ്യമായത് ഒരു 250 ഗ്രാം ഷുഗറാണ്. വൈറ്റ് ഗ്രാനുലേറ്റഡ് ഷുഗർ നമുക്ക് ഉപയോഗിക്കണം. പിന്നെ നമുക്കൊരു 3 ഡ്രോപ്സോ 2 ഡ്രോപ്സിൻ്റെ അടുത്ത് നമുക്കൊരു വനില എസൻസ്. അത് താല്പര്യമുള്ളവർക്ക് മാത്രം എടുത്താൽ മതി. നമുക്കത് നിർബന്ധമില്ല. ടേസ്റ്റിന് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കണമെന്നുള്ളൂ. ഇപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് മുട്ടയുടെ ഉണ്ണിയും വെള്ളയും കൂടി ഒന്ന് വേർതിരിക്കുകയാണ്. നമുക്ക് ആ ഉണ്ണി മാത്രമേ നമ്മൾ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് പല രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് വെള്ള കൂടി ചേരാത്ത രീതിയിൽ നമുക്ക് എടുക്കണം. അപ്പം ഞാൻ ആ കയ്യിലേക്ക് തന്നെ എൻ്റെ കയ്യിലേക്ക് തന്നെ ഒന്ന് ഇട്ടിട്ട് ഞാൻ ഉണ്ണി എടുക്കുകയാണ്. അപ്പോൾ വെള്ള ഊർന്നു പോണ രീതിയിൽ ഞാൻ അങ്ങനെ ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള രീതികൾ ഉപയോഗിക്കാം. ചിലർക്ക് കയ്യിൽ വെച്ച് നമ്മുടെ അരിപ്പ കയ്യിൽ വെച്ചാൽ നമുക്ക് അപ്പോൾ നമുക്ക് ഇങ്ങനെ കയ്യിൽ വെച്ച് എടുക്കാം. ഉണ്ണി മാത്രമായിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ള മെത്തേഡുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ആയതുകൊണ്ടാണ് മുട്ട കേട് അങ്ങനെ കുറവായതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് പൊട്ടിച്ചിടുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാം കൂടി ഒരുമിച്ച് ഒറ്റ പാത്രത്തിലേക്ക് തന്നെ പൊട്ടിച്ചിടരുത്. ആദ്യം തന്നെ സിംഗിൾ പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ട് ചീത്തയായിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ കൂടി ഒരുമിച്ച് ചേർക്കാവൂ നാട്ടിലാണെങ്കിൽ. കാരണം നാട്ടിൽ ചൂട് കൂടുതലുള്ളതുകൊണ്ട് മുട്ട പെട്ടെന്ന് ചീത്തയാവും. പിന്നെ നിങ്ങൾ ഇതിന്റെ ബാലൻസ് ഒരിക്കലും ഈ കണ്ടെയ്നർ തന്നെ അടച്ച് ഫ്രിഡ്ജിൽ വെക്കരുത്. അത് നിങ്ങൾ തീർച്ചയായിട്ടും വേറൊരു കണ്ടെയ്നറിലേക്ക്, പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്കോ കുപ്പി കണ്ടെയ്നറിലേക്കോ നമുക്ക് മാറ്റിയിട്ട് അത് എടുത്ത് വെക്കണം. കാരണം ഇത് നമുക്ക് പിന്നെ യൂസ് ചെയ്യാനുള്ളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് മിൽക്ക് റീയൂസ് ചെയ്യാം. പക്ഷേ കണ്ടെയ്നർ നമ്മൾ റീയൂസ് ചെയ്തെന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് ഒരു 2-3 ഡ്രോപ്പ്
എസൻസ് ഒഴിക്കാം. പിന്നെ നമ്മൾ പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ബീറ്റ് ചെയ്യരുത്, ഭയങ്കര പത വരുന്ന രീതിയിൽ അടിക്കരുത്. പതിയെ നന്നായിട്ട് ആ മുട്ടയുടെ ഉണ്ണിയും ഈ പാലും എല്ലാം കൂടി ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ, പതിയെ പത വരാത്ത രീതിയിൽ, പതപ്പിക്കാത്ത രീതിയിൽ അടിച്ച് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതൊന്ന് അരിച്ചെടുക്കാണ്. ഒരു അത്യാവശ്യം വലിയ കണ്ണിയുള്ള ഒഴിക്കാം, അല്ലെങ്കിൽ പിന്നെ ഞാനത് അരിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷുഗർ നമ്മളൊന്ന് കാരമലൈസ് ചെയ്യണം. നമ്മൾ നാട്ടിലൊക്കെ പഞ്ചസാര പനി പോലെ ആക്കില്ല. പത്രം വെള്ളം ഒഴിച്ച് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിക്കാണ്ട് തന്നെ നമ്മളിതൊന്ന് ഉരുക്കിയെടുക്കുകയാണ്. ആ ഒരു ബ്രൗൺ കളറൊക്കെ വരുന്ന അത്ര വരെ നമ്മളിതൊന്ന് നമ്മുടെ പാനിലിട്ടിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഞാനത് കാണും. ഇനി ഞാനതൊന്ന് കാരമലൈസ് ചെയ്യാണ്. ആദ്യം തന്നെ നമ്മൾ ഷുഗർ ഇടുക. ഇനി ചെറിയ തീരെ നമുക്കൊന്ന് ഇപ്പോൾ നമുക്കത് കാരമലൈസ് ആയിട്ടുണ്ട്. നമുക്ക് ആ ബ്രൗൺ കളർ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷുഗർ സിറപ്പ് നമ്മൾ ഇതിനകത്തേക്ക് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് നമുക്ക് സ്റ്റീം ചെയ്യാനുള്ള ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ഒഴിക്കുകയാണ്. അത് നമ്മൾ ഫുള്ള് അതിനകത്ത് സ്പ്രെഡ് ആവാൻ കരുതി നമ്മൾ ഒഴിക്കണം. അപ്പോൾ ആ ചൂട് പോകുന്നതിനേക്കാളും മുമ്പ് നമ്മളത് ഒഴിച്ചാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് സ്പ്രെഡായി കിട്ടുള്ളൂ. നമ്മൾ ആ ഷുഗർ സിറപ്പിൻ്റെ ചൂട് ആറിനേക്കാളും നമ്മൾ ആ ഡയറക്റ്റ് ഹീറ്റിൽ നിന്ന് തന്നെ നമ്മൾ ആ പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റണം. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേളിലേക്ക് ഞാൻ നമ്മൾ അരിച്ചു വെച്ച മിൽക്ക് ഇത് എഗ്ഗും കൂടി ആഡ് ചെയ്ത് നമ്മൾ ഇതിൻ്റെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 3/4 മണിക്കൂർ അത് ആവിയിൽ വേവിക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയ ഫ്ലെയിമിൽ നമ്മളൊരു 3/4 മണിക്കൂർ നമ്മളൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനത് ഇഡ്ഡലി തട്ടിൻ്റെ മേളിൽ നമ്മൾ പഴമൊക്കെ പുഴുങ്ങണ പോലെ നമ്മളൊരു വേറൊരു പാത്രം വെക്കില്ല, ആവി പോരാൻ മതി. അപ്പോൾ ആ പാത്രം പോലെ ഒരെണ്ണം വെച്ചിട്ട് അതിൻ്റെ മേളിൽ ഇത് വെച്ചിട്ട് ഒരു 3/4 മണിക്കൂർ സ്റ്റീം ചെയ്യാണ്. നമ്മൾ ആ ഇഡ്ഡലി തട്ടിൽ തന്നെ ഒന്ന് സ്റ്റീം ചെയ്യണം. ഇപ്പോൾ ഞാനത് ആ ഇഡ്ഡലി തട്ടിലേക്ക് അത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആവിയുടെ വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് വീഴാതിരിക്കുകയാണ് നമ്മൾ ആ ഫോയിൽ ചെയ്തത്. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 45 മിനിറ്റ് നമ്മൾ ചെറിയ തീയിൽ തന്നെ അത് മൂടി വെച്ചൊന്ന് ആവി കയറ്റാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കാണാം. ഇപ്പോൾ അത് ഒരു 45 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഫോയിൽ പേപ്പർ ഒന്ന് നമുക്ക് മാറ്റിയിട്ട് നമുക്കൊരു ടൂത്ത് പിക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ അതിൽ നമുക്കുണ്ടോ, അപ്പോൾ അതിൽ ഒട്ടി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വെന്തു എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അതിൻ്റെ കൂടെ പോരും. അപ്പോൾ നമുക്ക് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെടുത്ത് മാറ്റി നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഒരു 15 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ആ ഫ്ലാൻ ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പോൾ എടുത്തു. അപ്പോൾ ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് കത്തി കൊണ്ട് നമുക്ക് ഈ സൈഡിലൊന്ന് വരഞ്ഞു കൊടുക്കുക. അത് പെട്ടെന്നൊന്ന് വിട്ടു വരാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. ഒരു ചെറിയ നൈഫ് മതി. നമുക്ക് ജസ്റ്റ് ഒന്ന് സൈഡൊന്ന്. ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ പ്ലേറ്റ് എടുത്തിട്ട് ഇതിൻ്റെ മേളിലൊന്ന് കമത്തി വെക്കുകയാണ്. എന്നിട്ട് അങ്ങനെ തന്നെ നമ്മളിത് ഇങ്ങോട്ട് തിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിത് എടുക്കുവാണ്. ഇപ്പോൾ നമ്മുടെ ഫ്ലാൻ റെഡി ആയിട്ടുണ്ട്.
ഇപ്പോൾ നമ്മുടെ ഫ്ലാൻ റെഡിയാണ്. ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ, ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് സ്റ്റീമൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇഡ്ഡലി തട്ടിലായതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.